അപ്പോൾ ചിലപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനി ഒരു യുദ്ധമുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ശർമ്മിഷ്ഠ പറയുന്നു യുദ്ധത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2027 അടുത്ത വർഷം അവസാനമോ 2028 പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാക് അധിനിവേശ കാശ്മീരിൽ വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുന്നു. അതുകൂടാതെ റഷ്യ പറഞ്ഞിരിക്കുന്നു മോസ്കോയിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഒരു റെയിൽ പാത ഇന്ത്യയിലേക്ക് ആരംഭിക്കണം, ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ട്, എണ്ണ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് അഫ്ഗാനിസ്ഥാൻ വഴി ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ വഴി കടന്നു പോകുന്ന തരത്തിലാവണം, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ വഴി കടന്നു പോകുന്ന തരത്തിലാവണം എന്ന് പറഞ്ഞിരിക്കുന്നു. റഷ്യയുടെ താല്പര്യമാണ്. എന്നും മാത്രമല്ല, അതിനുവേണ്ടി എന്തു നടപടി എടുക്കാനും തയ്യാറാണ്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ POKയിലാണ്, പാക് അധിനിവേശ കാശ്മീരിലാണ്. അതിലെ ഇന്ത്യയിലേക്ക് വരാൻ റഷ്യയ്ക്ക് പാത ഉണ്ടാക്കണമെങ്കിൽ POK നമ്മുടെ കയ്യിലാവണം. അതിനുവേണ്ടി എന്ത് മാർഗം സ്വീകരിക്കാനും തയ്യാറാകും എന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രവചനം ശരിയാകാം എന്ന് തന്നെ നമുക്ക് കരുതാം. ശർമ്മിഷ്ഠ പറയുന്നുണ്ട് ഇത് 2027 അവസാനമോ 2028 നടന്നില്ലെങ്കിൽ പിന്നെ അത് 2030-നും 32-നും ഇടയ്ക്ക് മാത്രമേ നടക്കൂ. പക്ഷേ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവചനം അവർ പറയുന്നത് ഇന്ത്യയുടെ ഭൂപടം മാറാൻ പോവുകയാണ്. അപ്പോൾ ചിലരൊക്കെ പറയും ചൈന ഇന്ത്യയുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇന്ത്യയുടെ ഭൂപടം മാറും. ചൈന അല്ലെങ്കിലും ഇപ്പോഴും ഭൂപടം മാറ്റി വരയ്ക്കാറുണ്ട്. അതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ശർമ്മിഷ്ഠ പറയുന്നു ജൻസി കലാപത്തിലൂടെ അധികാരത്തിൽ വന്നതാണ് ബലേൻ ഷാ സർക്കാർ നേപ്പാളിൽ. ബലേൻ ഷാ സർക്കാർ ഇപ്പോൾ വല്ലാത്ത ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ വീഴുന്ന സ്ഥിതിയിൽ വന്നിരിക്കുന്നു. മാത്രമല്ല നേപ്പാളിൽ രാജഭരണം പുനഃസ്ഥാപിച്ച് ഹിന്ദു രാഷ്ട്രം പുനഃസ്ഥാപിക്കണമെന്നുള്ള തോതിലുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പറയുന്നത് നേപ്പാളിലെ അതിപ്രശസ്തമായ പശുപതിനാഥ ക്ഷേത്രം ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും.